ഈ പൊക്കിൾ കൊടി ബൾജ് ചെയ്ത് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ കണ്ടീഷനെയാണ് നമ്മൾ അംബ്ലിക്കൽ ഹെർണിയ എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും ന്യൂ ബോൺ ബേബീസിലാണ് വളരെ കോമൺ ആയിട്ട് കാണാറുള്ളത്. കുഞ്ഞിനെയും അമ്മയെയും കണക്ട് ചെയ്യുന്ന ഒരു കോഡാണ് അംബ്ലിക്കൽ കോഡ് എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് കുഞ്ഞിന് വളരാൻ വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ അമ്മയിൽ നിന്ന് ലഭിക്കുന്നത്. സോ ആഫ്റ്റർ ഡെലിവറി അംബ്ലിക്കൽ കോഡ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാകും. ഈ രക്തക്കൊഴലുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പണിംഗ് ആണത്. കുഞ്ഞുങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് അടയാത്തത് കൊണ്ടാണ് ന്യൂ ബോൺ ബേബീസിൽ അംബ്ലിക്കൽ ഹെർണിയ വരാനുള്ള കാരണം. യൂഷ്വലി ഇതൊരു 2-3 വയസ്സിനുള്ളിലൊക്കെ തനിയെ മാറുകയും ചെയ്യാറുണ്ട്. മുതിർന്നവരിൽ ഈ കണ്ടീഷൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് കഠിനമായിട്ടുള്ള ജോലി, പിന്നെ ഓവർ വെയ്റ്റ്. സ്ത്രീകളിലാണെങ്കിൽ ഗർഭകാലം കഴിഞ്ഞിട്ടുള്ള ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ തുടങ്ങിയ ഘട്ടങ്ങളിൽ വരുന്ന വയറിൻ്റെ അമിത സമ്മർദ്ദം ഇതൊക്കെയാണ്. അതേപോലെ തന്നെ ചില ബേബീസിൽ ഈ ഹെർണിയ ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോവാതെ അത് വലുതാവുകയും കൂടെ ചില രോഗലക്ഷണങ്ങളും കാണിക്കാൻ തുടങ്ങും. മുതിർന്നവരിലാണെങ്കിലും കുഞ്ഞുങ്ങളിലാണെങ്കിലും ഹെർണിയയുടെ കൂടെ പെയിനോ വൊമിറ്റിങ്ങോ ചുമയ്ക്കുമ്പോഴും ചിരിക്കുമ്പോഴും എല്ലാം ഈ ബൾജ് വലുതായി വരികയോ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ അത്യാവശ്യമാണ്. എയർലി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽ കേസ് ടേക്കിങ്ങും റെഗുലർ ആയിട്ടുള്ള മോണിറ്ററിങ്ങോട് കൂടിയിട്ടുള്ള ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അംബ്ലിക്കൽ ഹെർണിയ സർജറി കൂടാതെ പൂർണ്ണമായും മാറ്റാൻ കഴിയാറുണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ കൃത്യമായിട്ട് ചികിത്സ എടുക്കാറുള്ള ഒട്ടുമിക്ക കേസുകളിലും, അത് അത്യാവശ്യം വലിപ്പമുള്ള ഹെർണിയ കേസുകളാണെങ്കിൽ പോലും, അത് നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഒരു ഒബ്സർവേഷനിലൂടെ നമുക്കൊരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കാറുണ്ട്. Velith Homeopathy on a mission to cure.